വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ് കോടതി. IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളെ ബുധനാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. ND അപ്പച്ചന്റെയും ബാലകൃഷ്ണന്റെയും ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇവർ എവിടെ എന്ന സംശയം നമുക്ക് രാവിലെ മുതൽ ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർ അടക്കം ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. അതിനിടയിലാണല്ലോ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള നീക്കം. അഭിലാഷ്, NM വിജയന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷററുടെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ കുറ്റം 3 കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും നേരത്തെ കോൺഗ്രസ് നേതാവായിരിക്കും ഇപ്പോൾ CPM-ലേക്ക് പോയൊരു നേതാവിനുമെതിരെയാണ് ചുമത്തിയത്. ഇതിനുശേഷം ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ സജീവമായി നിലനിന്നിരുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യം തേടി IC ബാലകൃഷ്ണൻ MLA-യും ഒപ്പം ND അപ്പച്ചൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും വയനാട് സെഷൻസ് കോടതിയെ സമീപിച്ചത്. സെഷൻസ് കോടതിയാണ് ഇപ്പോൾ ജനുവരി 15 വരെ ഇരുവരുടെയും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിശദമായ കേസ് ഡയറി ജനുവരി 15 കോടതിയിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുവരെ യാതൊരു നടപടികളുമായി മുന്നോട്ട് പോകരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ മാധ്യമപ്രവർത്തകരടക്കം ഇരുവരെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇരുവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന KPCC നേതൃയോഗത്തിൽ പങ്കെടുക്കാനായി ഇരുവരും തിരുവനന്തപുരത്തേക്ക് പോയിരുന്നു. അതിനുശേഷം വയനാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇരുവരും കോടതിയെ സമീപിക്കുന്ന കാര്യം നേരത്തെ പാർട്ടി വൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയത്, കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളോടും വ്യക്തമാക്കിയത്, പോലീസ് ഉദ്യോഗസ്ഥന്റെ സുരക്ഷയോടുകൂടി നടക്കുന്ന ഒരു ആളാണ് IC ബാലകൃഷ്ണൻ MLA. അതുകൊണ്ട് അദ്ദേഹം ഒളിവിൽ പോയ തരത്തിൽ വരുന്ന വാർത്തകളൊക്കെ അങ്ങേറ്റം ശരിയല്ലാത്ത വാർത്തകളാണ്. അന്വേഷണ സംഘം അല്ലെങ്കിൽ പോലീസ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് കാട്ടി ഒരു നോട്ടീസ് നൽകുകയോ അല്ലെങ്കിൽ ഫോണിൽ നിർദ്ദേശം നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തങ്ങളുടെ കക്ഷികൾ ഒളിവിലല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ചുവട് എങ്ങനെ നീങ്ങണം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ആലോചന ഈ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അഭിലാഷ്, എന്തായാലും നിലവിൽ ഇത് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. കാരണം അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നുള്ളത്.